നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രസാദേട്ടാ, ഞാൻ വരച്ചു കഴിഞ്ഞു. അയ്യോ, ഇത് അമ്മയുടെ ചിത്രമാണല്ലോ. അപ്പൊ അച്ഛന്റെ മനസ്സിലുള്ളത് അമ്മയാണല്ലേ? അമ്മയോട് ഏറ്റവും ഇഷ്ടം എന്നോടല്ലേ? അയ്യോ എന്റെ അച്ചു, വലിയേട്ടനെ അഞ്ജലി ചേച്ചി കഴിഞ്ഞേ ആരുള്ളൂ. നീ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഞാൻ ഹാപ്പിയാണല്ലോ, അല്ലെന്ന് പറഞ്ഞോ? ആര്യ, ഞാൻ വേറൊരാളെ കുറിച്ചാ പറഞ്ഞത്. ഇതിപ്പോ പ്രസാദേട്ടൻ പറഞ്ഞ ആളുടെ ചിത്രം തന്നെയാ ഇത്. അതെങ്ങനെ ശരിയാവും? അതെനിക്കറിയില്ല. അതെനിക്കറിയാം, ഞാൻ പറയട്ടെ. വലിയേട്ടന്റെ മനസ്സിലിപ്പോ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ നമ്മുടെ അഞ്ജലി ഏട്ടത്തി മാത്രമാ. അഞ്ജലി ചേച്ചിയുടെ ചിരിയും മുടിയും കണ്ണും രൂപവും ഒക്കെ. അതുകൊണ്ടാ ഇപ്പൊ വേറെ ആരുടെ ചിത്രം വരപ്പിക്കാൻ ശ്രമിച്ചിട്ടും പറഞ്ഞു കൊടുത്തിട്ടും അവസാനം അഞ്ജലി ചേച്ചിയുടെ രൂപത്തിൽ തന്നെ വന്നു നിന്നത്. ഞാൻ രാധയെക്കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞത്. എന്റെ മനസ്സിൽ രാധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഇതെങ്ങനെ അഞ്ജലിയുടെ ചിത്രമായി? നീ എന്തിനാ പ്രസാദ് ടെൻഷൻ അടിക്കുന്നത്? എല്ലാ ഭർത്താക്കന്മാരും മനസ്സിലുള്ളത് പുറത്തു പറഞ്ഞാൽ മറ്റു പല പെണ്ണുങ്ങളുടെയും ചിത്രമായിരിക്കും അവരുടെ മനസ്സിൽ. പക്ഷെ ഇതിപ്പോ നീ മറ്റാരെ കുറിച്ച് പറഞ്ഞിട്ടും അവസാനം അഞ്ജലിയിൽ എത്തിയില്ലേ കാര്യങ്ങള്? എന്താ അതിന്റെ അർത്ഥം? നീ നല്ലൊരു ഭർത്താവാണെന്നല്ലേ? 10ൽ 10 പൊരുത്തവും തികഞ്ഞ നിങ്ങളെപ്പോലുള്ള മറ്റു ദമ്പതിമാരില്ലെന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വേണ്ട. കുട്ടികളുടെ ജീവിതം ഭദ്രമാക്കാനുള്ള എന്റെ ആഗ്രഹത്തോടൊപ്പം നിൽക്കുന്നത് തന്നെ വലിയ ത്യാഗമാ പ്രസാദേട്ട. അതിനപ്പുറം പ്രസാദേട്ടന്റെ സ്വന്തം ഇഷ്ടങ്ങൾ തകർത്തുകൊണ്ട് പ്രസാദേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ ഞാൻ ഒരുക്കമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.